കണ്ണൂർ പാപ്പനശ്ശേരി അരളിയിൽ വെട്ടേറ്റ് മരിച്ച RSS പ്രവർത്തകൻ പറക്കാട്ട് വളപ്പിൽ സുജിത്തിന്റെ മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് നടപടികൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ തുടങ്ങി. സംഭവത്തിന് പിന്നിൽ CPM ആണെന്നും പി ജയരാജന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ ജാള്യത മറക്കാനാണ് CPM കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും BJP ജില്ലാ നേതൃത്വം ആരോപിച്ചു. യാതൊരു പ്രകോപനമില്ലാതെയാണ് സുജിത്ത് എന്ന ഞങ്ങളുടെ യുവപ്രവർത്തകനെ വീട്ടിൽ കയറി മാതാപിതാക്കളുടെയും സഹോദരന്റെയും കൺമുന്നിൽ വെച്ച് വെട്ടിയും കുത്തിയും CPM നരാധമന്മാർ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ജയരാജനെ കോടതിയിൽ കീഴടങ്ങേണ്ടി വന്നതിന്റെ ജാള്യത മറച്ചുവെക്കാൻ വേണ്ടി ആണ് ഈ അക്രമം CPM നടത്തിയിരിക്കുന്നത്. സുനിൽ സകുണ്ട വിവരങ്ങളുമായി. സുനിൽ, കൊലപാതകത്തെ സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഒപ്പം കൊല ചെയ്യപ്പെട്ട ആളുടെ ഇൻക്വസ്റ്റ് നടപടികൾ എങ്ങനെ പുരോഗമിക്കുകയാണ്? സുനിൽ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സായി, ഇന്നലെ കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ സുജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 8 പേരെ വളപട്ടണം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇതിൽ 4 പേർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 20ഓളം പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി സുജിത്തിന്റെ പാപ്പനശ്ശേരി ആസാദ് കോളനിയിലെ വീട്ടിൽ അതിക്രമിച്ച് കയറി മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് സുജിത്തിനെ വെട്ടി കൊലപ്പെടുത്തിയത്. സംഭവത്തിന് പിന്നിൽ CPM ആണെന്ന ആരോപണം BJP നേതൃത്വം ഉന്നയിച്ചിരിക്കുന്നു. എന്നാൽ പാപ്പനശ്ശേരിയിൽ സ്കൂളിലെ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് CPM നേതൃത്വം പറയുന്നു. എന്തായാലും കൊല്ലപ്പെട്ട സുജിത്തിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിന് ശേഷം ആ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെ പാപ്പനശ്ശേരി സമുദായ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP കണ്ണൂർ, അഴീക്കോട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താൽ പൊതുവെ സമാധാനപരമാണ്. ഇന്ന് പുലർച്ചെ പാപ്പനശ്ശേരി മേഖലയിലെ ചില CPM നേതാക്കളുടെ വീടുകൾക്ക് നേരെ അക്രമം ഉണ്ടായതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സായി, റൈറ്റ്. കണ്ണൂരിൽ വെട്ടേറ്റ് മരിച്ച RSS പ്രവർത്തകന്റെ മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അന്വേഷണവും പുരോഗമിക്കുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് സുനിലാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ